ഇപ്പം ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ പറയുന്ന കണ്ടീഷനിങ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഇവൻ്റെ ലേണിംഗ് എന്താണ്? അപ്പോൾ കുടുംബത്തിൽ ഇതിനെ പ്രത്യക്ഷമായി മാതാപിതാക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളും മദ്യപിക്കുന്നതിനെയും പുകവലിക്കുന്നതിനെയും ഒരു പോസിറ്റീവായ രീതിയിലാണ് സമീപിക്കുന്നതെങ്കിൽ ഈ കുട്ടിക്കും ചെറുപ്പം തൊട്ടേ ഇവനും ഇത് കുഴപ്പമില്ല, ഓക്കെ, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് വരുന്നു. അപ്പോൾ അത് അവൻ്റെ ലേണിംഗായി മാറുന്നു. മദ്യപിക്കുന്നുണ്ട് കുഴപ്പമില്ല, മധുരക്കള്ള് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല, ചെറിയ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നൊരു ധാരണ ഇവൻ്റെ ഉള്ളിൽ പതുക്കെ ലേൺഡായിട്ട് വരും. പിന്നെ വരുന്നൊരു കാര്യം ചെറുപ്രായത്തിലുണ്ടാകുന്ന മരുന്നുകളുടെ ഉപയോഗം. ഇപ്പം പലപ്പോഴും കുടുംബത്തിൽ ഈ കപ്പ് സിറപ്പ് പോലത്തെ കാര്യങ്ങൾ തെറ്റായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് ഓവർഡോസ് ഉപയോഗിച്ച് വരുന്ന കുട്ടികൾക്ക് അവർക്കൊരു ധാരണ ഇരിക്കുന്നത് മരുന്ന് എങ്ങനെ ഇട്ടാലും കഴിക്കാം. കാരണം കുടുംബത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുന്നു, പേര് പറഞ്ഞ് കപ്പ് സിറപ്പ് പറഞ്ഞ് മേടിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ മേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടി കുറച്ചുകൂടി മുതിർന്ന് കഴിയുമ്പോൾ മറ്റ് മരുന്നുകൾ, ഒരു ഡിപ്രഷൻ ആകുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കളുടെ പറഞ്ഞാൽ ഡസ്പടിക്കുന്നു, മൂഡ് ഓഫായി നിൽക്കുന്നു എന്ന് പറയുമ്പം അവൻ്റെ സുഹൃത്തുക്കൾ ആരെയും പറയുന്നു, നീ ഈ ഗുളിക കഴിച്ചു, അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇതെടുത്തു, നിൻ്റെ അത് മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ അവനവിടെ ഇത് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം അവൻ്റെ ലേണ് കിടക്കുന്നത് എങ്ങനെ നിന്നാലും ഇത് ഉപയോഗിക്കാം മരുന്നെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു രണ്ട് വാക്കുകൾ നമ്മൾ പറയുന്നത്, ഒന്ന് മരുന്ന് ഉപയോഗവും മരുന്ന് ദുരുപയോഗമുണ്ട്. ഡോക്ടറുടെ അനുവാദമില്ലാതെ ഡോക്ടർ നിർദ്ദേശിച്ച രീതിയിലല്ലാതെ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം മരുന്ന് ദുരുപയോഗമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊരു കാര്യം വരുന്നത്, ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം നമ്മൾ മരുന്ന് ഉപയോഗം. അപ്പോൾ മരുന്ന് ദുരുപയോഗം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിപ്പിച്ചെടുക്കുക. പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ വരുന്ന, ഇപ്പോൾ സിനിമകളൊക്കെ കാണിക്കുന്ന സ്റ്റൈലിഷായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ സോഷ്യൽ മീഡിയകളിലെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട ഭയങ്കരമായ രീതിയിലുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെറുപ്രായത്തിൽ അമിതമായി കുട്ടികൾ കണ്ടു കഴിയുമ്പോൾ അവിടെയും ഇത് ലേൺഡായിട്ട് മാറും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ചിന്ത വരും. പിന്നെ ഇത് പതുക്കെ ലേൺഡായിട്ട് വരുന്ന കുട്ടികൾക്ക് ആദ്യ സമയത്ത് എല്ലാവരും പതുക്കെ സിഗരറ്റിലോ അല്ലെങ്കിൽ കൂള് പോലത്തെ ചെറിയ ലഹരി വസ്തുക്കളിലേക്കോ തുടങ്ങുന്നു. ഇപ്പം ഞങ്ങൾ പലപ്പോഴും കൗൺസിലിംഗ് വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കുട്ടിയും കഞ്ച അല്ലെങ്കിൽ വലിയ ലഹരി വസ്തു, മയക്കുമരുന്ന് വസ്തുക്കളല്ല ആരംഭിച്ചു തുടങ്ങുന്നത്. എല്ലാ കുട്ടികളും ആരംഭിച്ചു തുടങ്ങുന്നത് ചെറിയ വസ്തുക്കളിലാണ്. കൂട്ടുകാർ കൂടിയപ്പോൾ ഇച്ചിരി വൈൻ കുടിച്ചു തുടങ്ങുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പുക വലിച്ചു തുടങ്ങുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ കൂള് പോലത്തെ ചെറിയ ലഹരി, പാൻ മസാല പോലത്തെ ചെറിയ സാധനങ്ങളാണ് ആദ്യം ഉപയോഗിച്ചത്. ഒരു ഹൈസ്കൂൾ പ്രായത്തിലൊക്കെ തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തൃപ്തിയാകാതെ വരികയും ഹാപ്പിനെസ് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ കാരണം അത് ഉപയോഗിച്ചിരുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് കൂട്ടുകാർ കൂടി കഴിയുമ്പോൾ അടുത്ത ലഹരിയിലേക്ക് പതുക്കെ കടക്കുന്നു.